തൃശൂർ ജില്ലയിലും വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. കോടന്നൂർ സ്വദേശി രാഹുലാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 നെടുമ്പാളിൽ കിടപ്പുരോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയും സുഹൃത്തും അറസ്റ്റിൽ. സഹോദരി ഷീബ, പൊന്നൂക്കര സ്വദേശി സെബാസ്റ്റ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് അച്ഛനും മക്കൾക്കും ദാരുണാന്ത്യം. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ ശിവകുമാർ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് മരിച്ചത്. സിഒഎ പതാക ദിനം ആചരിച്ചു. തൃശൂർ കേരള വിഷൻ ആസ്ഥാനത്തും വിവിധ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. ജില്ലയിൽ സൂര്യാഘാതമേറ്റ് ചത്ത മൃഗങ്ങളുടെ എണ്ണം 40 കടന്നു. കുന്നംകുളത്ത് പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. സ്ഥാപനത്തിന്റെ ഷട്ടറുകളുടെ പൂട്ട് തകർത്ത് സ്ഥാപനത്തിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണും പണവും കവർന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കോഴിക്കോട്, മലപ്പുറം ജില്ലകൾക്ക് പുറമെ തൃശൂർ ജില്ലയിലും വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ജാഗ്രത പാലിക്കാൻ 3 ജില്ലകളിലെയും ആരോഗ്യവകുപ്പ് അധികൃതർക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപം യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ കൂടി ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടന്നൂർ കൈലാത്ത് വീട്ടിൽ രാഹുലാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 രാഹുലിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ച ശേഷമാണ് മറ്റ് 3 പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വെങ്ങിണിശ്ശേരി ശിവപുരം ലക്ഷംവീട് കോളനിയിൽ കാരാട്ട് വീട്ടിൽ മഹേഷാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കോടന്നൂർ കൊടപ്പുള്ളി വീട്ടിൽ മണികണ്ഠൻ, ബന്ധു പ്രണവ്, മാരാത്ത് വീട്ടിൽ ആഷിഖ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെങ്ങിണിശ്ശേരി ശിവപുരം ലക്ഷംവീട് കോളനിയിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായി ബൈക്കിൽ വരികയായിരുന്ന മഹേഷിനെ കോടന്നൂരിൽ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. ചേർപ്പ് സിഐ CV ലൈജുമോന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്. നെടുമ്പാളിൽ കിടപ്പുരോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയും സുഹൃത്തും അറസ്റ്റിൽ. സഹോദരി ഷീബ, സുഹൃത്ത് പുത്തൂർ പൊന്നൂക്കര സ്വദേശി കണ്ണമ്പുഴ വീട്ടിൽ സെബാസ്റ്റ്യൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമ്പാൾ വഞ്ചിക്കടവ് കാരിക്കുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ സന്തോഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും സുഹൃത്തും കഴിഞ്ഞിരുന്നത്. സഹോദരിയും സുഹൃത്തുമാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത്. മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും സുഹൃത്തും തടയാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു. കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മൊഴി. ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി പോലീസ് പറഞ്ഞു. സെബാസ്റ്റ്യനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ള സെബാസ്റ്റ്യന് പുതുക്കാട്, ഒല്ലൂർ, കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO V സജീഷ് കുമാർ, ASIമാരായ സുധീഷ് കുമാർ, വിനോദ് കൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ASI KK വിശ്വനാഥൻ, ഗ്രേഡ് CPOമാരായ ഷഫീഖ്, അജി, സജീവ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് അച്ഛനും മക്കൾക്കും ദാരുണാന്ത്യം. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമന വീട്ടിൽ 54 വയസ്സുള്ള ശിവകുമാർ, മക്കളായ 23 വയസ്സുള്ള ശരത്, 15 വയസ്സുള്ള സൗരവ് എന്നിവരാണ് മരിച്ചത്. മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് ശിവകുമാറും മക്കളും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. കുഞ്ചത്തൂർ ദേശീയപാതയിൽ എതിർദിശയിലൂടെ അമിത വേഗതയിൽ വന്ന ആംബുലൻസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പാറയമ്പാടത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കോട്ടോൽ സ്വദേശി തെക്കത്ത് വളപ്പിൽ വീട്ടിൽ അഭിഷേകാണ് മരിച്ചത്.
പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് വരികയായിരുന്ന മൈത്രി ബസും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശവും ബൈക്കും തകർന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അഭിഷേകിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കേബിൾ TV മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും കോർപ്പറേറ്റുകളുടെ അതിപ്രസരവും അതിയായ മൂലധന നിക്ഷേപവും മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും COA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ പറഞ്ഞു. COA പതാക ദിനവും മുൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ ചരമവാർഷിക ദിനവും ആചരിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ കേരള വിഷൻ അങ്കണത്തിൽ പതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് കേബിൾ TV മേഖലയെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് COA മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന NH അൻവർ നടത്തിയ പ്രവർത്തനങ്ങളെ നാം ഓർക്കുന്നതെന്നും ജോർജ് ലിയോ പറഞ്ഞു. ചടങ്ങിൽ COA ടൗൺ മേഖലാ സെക്രട്ടറി KV സുധീർ, കേരള വിഷൻ മാനേജർ രേഷ്മ രാജേഷ്, ഓപ്പറേറ്റർമാർ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചേലക്കരയിൽ COA പതാക ദിനം ആചരിച്ചു. COA തൃശൂർ ജില്ലാ ട്രഷറർ CG ജോസ് പതാക ഉയർത്തി. എളനാടിൽ നടന്ന പതാക ദിനാചരണ ചടങ്ങിൽ മേഖലാ സെക്രട്ടറി KV മനോജ്, കേബിൾ TV ഓപ്പറേറ്റർമാരായ അശോകൻ, ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. എരുമപ്പെട്ടി സ്കൈ മണ്ഡപത്തിന് സമീപം താമസിക്കുന്ന അരീക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന പശുവിന് രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം ജില്ലയിൽ സൂര്യാഘാതമേറ്റ ചത്ത മൃഗങ്ങളുടെ എണ്ണം 40 കടന്നു. മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക് പ്രകാരം സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് മറ്റ് ചത്ത മൃഗങ്ങളുടെ എണ്ണം 300-ലധികമാണ്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പശുക്കിടാവ് ചത്തു. വേലൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ ക്ഷീരകർഷകനായ അറയ്ക്കൽ ദേവസി ലോറൻസിന്റെ 4 ദിവസം പ്രായമായ പശുക്കുട്ടിയാണ് ചത്തത്. വീട്ടുമുറ്റത്ത് കിടക്കുകയായിരുന്ന പശുക്കുട്ടിയുടെ 2 ചെവികളും തെരുവ് നായ്ക്കൾ കടിച്ചെടുത്തിരുന്നു. മുതുകത്തും മാരകമായി പരിക്കേറ്റിരുന്നു. ശല്യം ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഭാഗത്തുണ്ട്. ആടുകളെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പശുക്കുട്ടീനെ കടിച്ചിട്ടുണ്ട്, ചെവി നഷ്ടപ്പെട്ടു. ഇന്നാളെ ഭിന്നശേഷിക്കാരൻ കുട്ടീനെ കടിച്ചു പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ. ആടുകളെ ഉപദ്രവിക്കൽ ഭയങ്കരമായിട്ടുണ്ട്. ഇവരെ കൂട്ടം കൂടി വന്നിട്ടാണ് ഇവരെ ആക്രമിക്കാൻ. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഭരണാധികാരികൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ മൃഗാശുപത്രിയിൽ പോയിട്ട് ഡോക്ടറോട് സംസാരിച്ച് അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നുള്ളത് അവർ ചെയ്യുന്നുണ്ട്. രക്ഷപ്പെടില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കുന്നംകുളം പട്ടാമ്പി റോഡിലെ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. ചാവക്കാട് ഒരുമനിയൂർ സ്വദേശി ഹമീദ് കുട്ടി ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള അൻസാർ ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണും വലിപ്പിൽ സൂക്ഷിച്ച 3000-ഓളം രൂപയും കവർന്നു. ഷട്ടറുകളുടെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് സ്ഥാപനത്തിനുള്ളിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. കുന്നംകുളം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവ സ്ഥലത്തുനിന്നും ശേഖരിച്ച തെളിവുകളും മേഖലയിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടു വീണ സംഭവത്തിൽ മന്ത്രി MB രാജേഷ് സ്ഥലം സന്ദർശിച്ചു. അപകടകരമായ മണ്ണ് ഖനനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രാദേശിക ചാനലുകളുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് TCV ആണ്. നിയമവിരുദ്ധ മണ്ണ് ഖനനത്തിന് പിന്തുണയേകി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ പ്രബല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ജനപ്രതിനിധികളായ ആളുകൾ വരെ ഇത്തരം കോക്കസുകളിലുണ്ടെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മണ്ണെടുക്കാൻ ഉള്ള ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരും കൂടി വേണം. ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ല. ജനപ്രതിനിധികളായിട്ടുള്ള തലയിലാകാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിഭാഗം ആളുകളും ഇത്തരം പ്രവൃത്തികളെ നിയമവിരുദ്ധമായി നടക്കുന്ന ഇത്തരം പ്രവൃത്തികളെ അംഗീകരിക്കാൻ പാടില്ല. ഇവിടെ കർശനമായിട്ട് നിയമം നടപ്പാക്കിയിട്ടുണ്ട്.
തിരുമിറ്റക്കോട് പള്ളിപ്പാടത്ത് അപകട സാധ്യത ഉയർത്തുന്ന മണ്ണ് ഖനന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ആശങ്കയുളവാക്കുന്നതാണ് അവിടുത്തെ സ്ഥിതി. നിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് അവിടെ പോയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം. നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല, ആരായിരുന്നാലും ശരി. മണ്ണ് ഖനനം നടക്കുന്ന പള്ളിപ്പാടത്തെ കുന്നിൻ മുകളിൽ നിന്നും ഒരാഴ്ച മുൻപ് ഭീമൻ പാറകൾ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ടു വീണിരുന്നു. താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ സമീപത്തുള്ള 10ഓളം കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ഒരാൾ പൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്ക് ഉരുണ്ടുവരികയായിരുന്നു. കുന്നിൻ ചെരവിൽ ആടുമേച്ചുകൊണ്ടിരുന്ന വയോധികൻ ഓടിമാറിയതിനാൽ അപകടത്തിൽപ്പെട്ടില്ല. വൻ ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. കഴിഞ്ഞ 7 മാസത്തിലധികമായി ജനവാസ മേഖലയ്ക്കരികിലെ കുന്നിൻ മുകളിൽ മണ്ണ് ഖനനം തകൃതിയായി നടക്കുന്നുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് ടോറസ് ടിപ്പറുകൾ ഉപയോഗിച്ചാണ് മണ്ണ് കടത്തുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ചാണ് മണ്ണെടുപ്പ്. പാറകൾ ഉരുണ്ടു വീണതിനെക്കുറിച്ചും നിയമവിരുദ്ധമായി അപകടകരമായ രീതിയിൽ നടത്തുന്ന മണ്ണെടുപ്പിനെക്കുറിച്ചും TCV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. കല്ല് വന്ന് വീണ ആ വീഡിയോ വന്നതിനെ തുടർന്നാണ് ഈ ഗൗരവം ബോധ്യപ്പെട്ടത്. ഞാൻ ആ പ്രാദേശിക ചാനലിനെ അഭിനന്ദിക്കുകയാണ്. ഈ സംഗതി പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയതാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഖനന പ്രവർത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി പറഞ്ഞു. ഒരു വലിയ പാറ, ഉരുളൻ പാറ താഴെ പതിച്ചതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പ്രദേശവാസികളെല്ലാവരും അയച്ചു തന്നിരുന്നു. അപ്പോഴാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടു ജിയോളജിസ്റ്റിന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ നിർത്തിവെപ്പിക്കാം. അന്ന് തന്നെ നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ സ്ഥിതി ആശങ്കയുളവാക്കുന്നതാണെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മണ്ണ് ഖനനമെന്നും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം അനുവദിക്കുകയില്ലെന്നും മന്ത്രി പറഞ്ഞു. മുൻ തൃത്താല MLA VK ചന്ദ്രൻ, തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ജിയോളജിസ്റ്റ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. അതിരപ്പള്ളിയിൽ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയി കാണാതായ വയോധികയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കി. അതിരപ്പള്ളി വാഴച്ചാൽ വാച്ചുമരം കോളനിയിലെ 75 വയസ്സുള്ള അമ്മിണിയെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായത്. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. തൃശൂർ അരിമ്പൂർ കൂട്ടാല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. തിരുവാണിക്കാവ് രാജഗോപാൽ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടാം പാപ്പാനെ കല്ലിൽ തട്ടി നിസാര പരിക്കേറ്റു. പഞ്ചവാദ്യം തുടങ്ങുന്നതിന് മുൻപ് പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ പിന്നീട് തളച്ചു. കൂൺ കൃഷിയിൽ വിജയഗാഥയുമായി അന്തിക്കാട് കല്ലിടവഴി നിവാസിയായ വീട്ടമ്മ. താട്ടുപുരയ്ക്കൽ ശ്രീയ പ്രവീൺ ആണ് കൂൺ കൃഷിയിൽ നേട്ടവുമായി മുന്നേറുന്നത്. കുടിൽ വ്യവസായം എന്ന നിലയിൽ ഏതെങ്കിലും തൊഴിൽ മേഖല തിരഞ്ഞെടുക്കണമെന്ന ചിന്തയിൽ നിന്നാണ് സഹോദരൻ വിപിന്റെ ധനസഹായത്തോടെ 4 ലക്ഷം രൂപ ചെലവഴിച്ച് യുവതിയായ ഈ വീട്ടമ്മ കൂൺ കൃഷി ആരംഭിച്ചത്. ആധുനിക രീതിയിലുള്ള ഫാമാണ് ഇവർ ഇതിനായി തയ്യാറാക്കിയത്. ദിവസവും രാവിലെയും വൈകിട്ടും വിളവെടുക്കുന്ന കൂണുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അകലെയുള്ള ആവശ്യക്കാർക്ക് എത്തിക്കാനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഒരു സ്വയം തൊഴിൽ രൂപത്തിൽ ചെയ്തിട്ടുള്ളത് ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് ഒരു 4 ലക്ഷം രൂപ ചെലവിലാണ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. 1 മാസമായി ഇത് ഉദ്ഘാടനം ചെയ്തിട്ട്. കുഴപ്പമില്ലാണ്ട് വരുമാനം വരുന്നുണ്ട്. ഫാമിൽ അന്തരീക്ഷോഷ്മാവ് നിയന്ത്രിക്കുന്നതിനായി AC-ക്ക് പകരം ഹണി കോംബേഡ് സംവിധാനമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ എക്സ്ഹോസ്റ്റ് ഫാനും ഫോഗിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ അവധിയായതോടെ മക്കളായ ആദർശ് കൃഷ്ണയും അഭിമന്യുവും അമ്മയെ സഹായിക്കാനായി കൂടെയുണ്ട്. കൂണുൽപാദനം വർദ്ധിപ്പിച്ച് കടകളിലേക്കു കൂടി വിതരണം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ. TCV ന്യൂസ്, തൃശൂർ. പടിയൂർ ഒലിയപ്പുരത്ത് പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന 10 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ PP ജസ്റ്റിന്റെ നേതൃത്വത്തിൽ SA സുജിത്, SI രമ്യ കാർത്തികേയൻ, SI ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്നും 60,000-ഓളം രൂപയും പിടിച്ചെടുത്തു. ശരീര സൗന്ദര്യ മത്സരവേദിയിലെ പെണ്ണഴകായി മിഷ പ്രസിൻ. കൊടുങ്ങല്ലൂരിലെ മതിലകം കൂളിമട്ടം സ്വദേശിനിയായ മിഷ എന്ന വീട്ടമ്മ
വനിതാ ബോഡി ബിൽഡിംഗിൽ ഈ വർഷം 5 കിരീടങ്ങൾ കരസ്ഥമാക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ്. സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ മിഷ കോഴിക്കോട് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വനിതാ താരമായും മികച്ച അമ്മ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. മിസിസ് കേരള മത്സരത്തിൽ മികച്ച താരം, തൃശൂർ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച മത്സരത്തിൽ മികച്ച വനിതാ താരം, മികച്ച അമ്മ താരം, കൊടുങ്ങല്ലൂരിൽ നടന്ന മത്സരത്തിൽ മികച്ച താരം എന്നീ നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കുന്നതിനായാണ് മിഷ പടിഞ്ഞാറെ വെമ്പല്ലൂരിലുള്ള റോണി ഫിറ്റ്നസ് സെന്ററിൽ എത്തുന്നത്. ശരീരഭാരം കുറയുന്നതിനനുസരിച്ച് ബോഡി ബിൽഡിംഗിനോടുള്ള താല്പര്യം വർദ്ധിച്ചു. പരിശീലകരായ മുത്തു റോണിയുടെയും മിസ്റ്റർ കേരള ഗോപിനാഥിന്റെയും സഹായത്തോടെ ഈ യുവതി ചുരുങ്ങിയ കാലം കൊണ്ട് ശരീര സൗന്ദര്യ മത്സരവേദികളിലെ മുൻനിരക്കാരിയായി മാറി. ബോഡി ബിൽഡിങ്ങിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. പിന്നെ ഇവിടുത്തെ ഗോപിച്ചേട്ടൻ നന്നായിട്ട് വരയ്ക്കാൻ ആളുണ്ട്. അപ്പോൾ അവിടെ ട്രെയിനറുടെ ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ അങ്ങനെ ഞാൻ ഇതുവരെ ബോഡി ബിൽഡർ എന്ന് പറഞ്ഞ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ട്രെയിനറാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി. എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികളായാലും വരുന്നവരോട് നമ്മളെ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് നമ്മളെ ബോഡി നല്ല ആരോഗ്യത്തോടുകൂടിയൊക്കെ വയ്ക്കുക. പുളിമുട്ടം വാലിപ്പറമ്പിൽ പ്രസിന്റെ ഭാര്യയാണ് മിഷ. വിദ്യാർത്ഥിനികളായ പ്രണവാത്മിക, പ്രണയാത്മിക എന്നിവർ മക്കളാണ്. TCV കൊടുങ്ങല്ലൂർ. വെങ്കിടങ്ങ് പുളിക്കക്കടവ് പാലത്തിൽ നിന്ന് കനോലി കനാലിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. തൊയക്കാവ് കടവത്ത് ദാസന്റെ മകൻ 28 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. പാലത്തിൽ നിന്ന് യുവാവ് പുഴയിലേക്ക് ചാടുന്നത് മത്സ്യത്തൊഴിലാളികളാണ് കണ്ടത്. തുടർന്ന് നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ഫയർഫോഴ്സും പാവറട്ടി വാടാനപ്പള്ളി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ മൃതദേഹം കണ്ടെത്തി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലിയും നടന്നു. ഈ മാസം 14-നാണ് തിരുനാൾ. രാവിലെ 10:15 നടക്കുന്ന ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകും. ജലസ്രോതസ്സുകൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ചന്ദ്രാപിന്നിയിൽ പരമ്പരാഗത കുളംവെട്ടും മീൻപിടുത്തവും നാട്ടുകാർക്ക് കൗതുകവും ഒപ്പം ആവേശവും പകർന്നു. വർഷങ്ങൾ പഴക്കമുള്ള ചന്ദ്രാപിന്നി കൂട്ടാലക്കുളമാണ് വെള്ളം വറ്റിച്ചു വൃത്തിയാക്കി മത്സ്യവിളവെടുപ്പ് നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു കുളംവെട്ട് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ 24 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന കുളം ചന്ദ്രാപിന്നിയിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ്. കടുത്ത വേനലായാൽ പോലും നിറയെ വെള്ളമുള്ള ഈ കുളം എല്ലാ വർഷവും വെട്ടി വൃത്തിയാക്കാറുണ്ട്. കുളംവെട്ട് കാണുന്നതിന് വൻ ജനക്കൂട്ടം തന്നെ എത്താറുണ്ടായിരുന്നു. കാളക്കുടുമ്പത്ത് ബാബുരാജിന്റെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷിയാണ് ഇക്കുറി വിളവെടുത്തത്. നാടൻ വരാൽ, തിലോപ്പിയ, നട്ടർ, രോഹു തുടങ്ങിയ ഇനങ്ങളാണ് വിളവെടുത്തത്. 1 ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചെലവാക്കിയെന്ന് ബാബുരാജ് പറഞ്ഞു. നമ്മളിത് എല്ലാവരും കുളങ്ങളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുളം സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ മത്സ്യകൃഷി നടത്തി. ഇപ്പോൾ ഇന്ന് അതിൻ്റെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ്. ഇത് പിലാപ്പിയ, നെട്ടർ, ഗ്രാസ് കാർപ്പ്, രോഹു. കുളംവെട്ട് കാണുന്നതിനും മത്സ്യം വാങ്ങുന്നതിനും നിരവധി പേരാണ് എത്തിയത്. TCV കയ്പമംഗലം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക സഹകരണത്തോടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കുന്ന സുസ്ഥിര കാർഷിക വികസന പദ്ധതിക്ക് തുടക്കമായി. ഔഷധ സസ്യ കൃഷിയുടെ വിത്തിടൽ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. KFRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുജനപാൽ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു തുടങ്ങിയവർ സംസാരിച്ചു. കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ഫോൺ വിളി മാത്രം മതി. പണമൊന്നും മുടക്കാതെ തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തും. വലപ്പാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് കേരളത്തിലുടനീളം ആവശ്യക്കാർക്ക് സൗജന്യമായി കുടിവെള്ള വിതരണം നടത്തുന്നത്. പ്രതിദിനം 5 ലക്ഷം ലിറ്ററിലധികം കുടിവെള്ളമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CP ട്രസ്റ്റിന്റെ 20-ലധികം വാഹനങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തുന്നത്.
ദുബൈ ആസ ഗ്രൂപ്പ് CMDയും വലപ്പാട് CP ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഹിന്റെ നേതൃത്വത്തിലാണ് ഈ സേവനം. പിതാവ് CP മുഹമ്മദ് കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന പ്രദേശങ്ങളിൽ കിണറുകൾ നിർമ്മിച്ചു നൽകിയിരുന്ന മാതൃക കണ്ട് പഠിച്ചാണ് CP സാലിഹും ഈ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വലപ്പാടും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കുടിവെള്ള വിതരണം. പിന്നീടത് ജില്ല മുഴുവനായി. കണ്ടും കേട്ടുമറിഞ്ഞവർക്ക് പിന്നീട് CP ട്രസ്റ്റ് തന്നെയായി ആശ്രയം. തൃശൂർ ജില്ലയിൽ നിന്ന് കുടിവെള്ള വിതരണ ശൃംഖല കേരളം മുഴുവൻ നീളാൻ അധിക സമയമെടുത്തില്ല. ജില്ലാ ഭരണാധികാരികൾ മുതൽ ജനപ്രതിനിധികൾ വരെയുള്ളവരും അവരവരുടെ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് CP ട്രസ്റ്റിനെ അറിയിക്കേണ്ട താമസം അവിടെ വെള്ളമെത്തിയിരിക്കും. വലപ്പാട്ടെ വീട്ടുവളപ്പിലെ വലിയ കിണറിൽ നിന്നും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശുചീകരിച്ച വെള്ളമാണ് സമീപ പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്തത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കും വർഷങ്ങളായി വെള്ളമെത്തിക്കുന്നതും CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വിതരണം രാത്രി വരെ നീളും. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെയും മറ്റും സഹകരണത്തോടെയാണ് ട്രസ്റ്റിന്റെ വാഹനങ്ങളിൽ ഇതര ജില്ലകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. കർണാടക ബോർഡറിൽ, അത് വയനാട് ജില്ലയിൽ മുള്ളംകൊല്ലി പഞ്ചായത്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട്. തൃശ്ശൂർ പിന്നെ എല്ലായിടത്തും എത്തുന്നുണ്ട്. നമ്മളെല്ലാം വഞ്ചിയിലായിട്ടും, ആലപ്പുഴയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വഞ്ചിയിലൊക്കെയാണ് വെള്ളം കൊണ്ടുകൊടുത്തിരുന്നതൊക്കെ എല്ലായിടത്തും. നമുക്ക് ഇതേമാതിരി ഇതിനെ കുടിവെള്ളത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയറുമായി സഹകരിച്ച് ആലപ്പുഴയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറുകൾ വൃത്തിയാക്കി ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു വരുന്നതും ശുദ്ധജല വിതരണ രംഗത്ത് CP ട്രസ്റ്റിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. TCV കയ്പമംഗലം. പാനാൽ തോട്ടത്തിൽ മനയിലെ മഹാകിരാത രുദ്രയജ്ഞത്തിന് തുടക്കമായി. 12 ദിവസങ്ങളിലായാണ് രുദ്രയജ്ഞം നടക്കുന്നത്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ആരംഭം. കൊടിയേറ്റത്തിന് ശേഷം തോട്ടത്തിൽ കുട്ടൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി. തുടർന്ന് മഹാകിരാത രുദ്രയജ്ഞം ഉദ്ഘാടനവും നടന്നു. അങ്കമാലി പുളിയനം സ്വദേശി ശ്രീനിലയത്തിൽ 62 വയസ്സുള്ള വിജയനെ ഈ മാസം 1 മുതൽ കാണാതായതായി പരാതി. അപസ്മാരബാധിതനും മാനസിക വെല്ലുവിളി നേരിടുന്നയാളുമാണ് ഇദ്ദേഹം. കാണാതാകുമ്പോൾ ചാരക്കള ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം. 5 അടി 4 ഇഞ്ച് ഉയരവും മെലിഞ്ഞ ശരീരപ്രകൃതിയുമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ചാലക്കുടി പോട്ട കവലയിൽ ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള പ്രവേശനം പോലീസ് തടഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു വീപ്പകളും മറ്റും വെച്ച് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടഞ്ഞത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പോട്ടയിൽ ജംഗ്ഷനിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുന്ന വാഹനങ്ങൾ മാത്രമേ ഇനി മുതൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുകയുള്ളൂ. വീതി കുറഞ്ഞ റോഡിൽ കാലങ്ങളായി 2 വരി ഗതാഗതം നടക്കുന്നത് മൂലം നിരവധി അപകടങ്ങളും ഏതാനും മരണങ്ങളും സംഭവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ദേശീയപാത അധികൃതർ ഇടപെട്ട് റോഡ് വീതി കൂട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പെട്ടെന്നുണ്ടായ നീക്കം നഗരസഭയ്ക്ക് തിരിച്ചടിയായി. ചാലക്കുടിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് റോഡിലൂടെ പ്രവേശിക്കാതെ സിഗ്നൽ ജംഗ്ഷൻ കടന്നുപോകുന്നത് ഇതിനകം നഗരസഭയ്ക്ക് തലവേദനയായി മാറി. മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവായിരുന്ന TA ഗിരീഷ് കുമാർ അനുസ്മരണം കൊടുങ്ങല്ലൂരിൽ നടന്നു. ഗിരീഷ് കുമാർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ ES സാബു അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി TM നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്, അഡ്വക്കേറ്റ് VM മുഹീദ്ദീൻ, സുനിൽ P മേനോൻ, P ദിലീപ്, മായ രാമചന്ദ്രൻ, റസിയ അബു, VN നദീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലും വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. കോടഞ്ഞൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. കോടഞ്ഞൂർ സ്വദേശി രാഹുലാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയും സുഹൃത്തും അറസ്റ്റിൽ. സഹോദരി ഷീബ, പൊന്നൂക്കര സ്വദേശി സെബാസ്റ്റ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് അച്ഛനും മക്കൾക്കും ദാരുണാന്ത്യം. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ ശിവകുമാർ, മക്കളായ ശരത്ത്, സൗരവ് എന്നിവരാണ് മരിച്ചത്. COA പതാക ദിനം ആചരിച്ചു. തൃശൂർ കേരള വിഷൻ ആസ്ഥാനത്തും വിവിധ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി.
എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. ജില്ലയിൽ സൂര്യാഘാതമേറ്റ് ചത്ത മൃഗങ്ങളുടെ എണ്ണം 40 കടന്നു. കുന്നംകുളത്ത് പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. സ്ഥാപനത്തിന്റെ ഷട്ടറുകളുടെ പൂട്ട് തകർത്ത് സ്ഥാപനത്തിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണും പണവും കവർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.